Hi all, welcome you all to Econometrica. I am Kavya. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ചാണ്. അപ്പൊ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അതായത് വില്ലിംഗ്നെസ് പ്ലസ് എബിലിറ്റി ടു പർച്ചേസ് എ പെർട്ടിക്കുലർ കമോഡിറ്റി. എന്തൊക്കെയാണ്? ഒന്ന് വില്ലിംഗ്നെസ് വരും, അതേപോലെ തന്നെ ദ സെക്കൻഡ് വൺ ഇസ് എബിലിറ്റി ടു പർച്ചേസ് എ പെർട്ടിക്കുലർ കമോഡിറ്റി. ഈ രണ്ട് കമ്പോണന്റും കൂടെ കൂടിയതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? ഡിമാൻഡ് എന്നുള്ളതായിട്ട് വിളിക്കുന്നത്. സോ ഈ ഡിമാൻഡിന്റെ നൊട്ടേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഗവേൺ ചെയ്തു അല്ലെ, അതേ കമ്പോണൻസ് തന്നെയാണ് മാർക്കറ്റ് ഡിമാൻഡിലും ഫാക്ടർ ആയിട്ട് വരുന്നത്. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ചാണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അത് പുട്ട് ഫോർവേഡ് ചെയ്തത് ആൽഫ്രഡ് മാർഷൽ ആണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ഇൻവേഴ്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ലോ ഓഫ് ഡിമാൻഡ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു സാധനത്തിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നതിന് എന്ത് സംഭവിക്കും? കുറവ് സംഭവിക്കും അല്ലെ. അതൊരു സാധാരണ രീതിയിലുള്ള ലോജിക്കൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഈ പെന്നിന്റെ കേസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ പെന്നിന്റെ കേസിൽ ഇതിന്റെ വില കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല? ഈ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി വാങ്ങില്ല അല്ലെ. മറിച്ച് വേറെ കമ്പോണൻസ് ഓഫ് കമോഡിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പ്രിഫർ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയായിരിക്കും കാണിക്കുന്നത്. സോ ഒരു സാധനത്തിന്റെ വില വർദ്ധിക്കുമ്പോൾ, നമ്മളെല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാ അല്ലെ. ഒരു സാധനത്തിന്റെ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരു സാധനത്തിന്റെ വില വർദ്ധിക്കുമ്പോൾ ആ സാധനം വാങ്ങാതെ മറ്റു സാധനം, അതായത് ഇതേപോലെ തന്നെയുള്ള വേറെ പെന്ന് പോയി വാങ്ങുന്നതിനെയാണ് എന്തായി പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡ് QD എന്ന് എഴുതും. ഇവിടെ നമുക്ക് വിലയുണ്ട് P ഫോർ പ്രൈസ്. നോക്കിക്കേ, വില ഇത്രയും ആകുന്ന സമയത്ത് നമ്മൾ വാങ്ങണ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കുറവായിരിക്കും അല്ലെ. വില കുറഞ്ഞു നോക്കുക ഫ്രണ്ട്സ്, അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ കൂടുതൽ കമോഡിറ്റി വാങ്ങും അല്ലെ മക്കളെ. ഇനി എന്താ? വീണ്ടും വില കുറഞ്ഞു എന്ന് വിചാരിക്കും, അപ്പൊ വീണ്ടും നമ്മൾ വാങ്ങിക്കും അല്ലെ മക്കളെ. യെസ്. ഇനി ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഡിമാൻഡ് കർവ് ലഭിച്ചു. അങ്ങനെ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തായി വിളിക്കുന്നത് മക്കളെ? നമ്മള് ലോ ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഓക്കെ. ഇനി ഇവിടെ എന്താ വെച്ചാ ഇതിന് കുറെ അസംഷൻസ് ഉണ്ട്. ഒന്നാമത്തെ അസംഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ എനിക്ക് പെന്നിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കാം, അപ്പൊ എത്ര വിലയാണെങ്കിലും ഞാൻ വാങ്ങൂ അല്ലെ. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് ലോ ഓഫ് ഡിമാൻഡ് അസ്യൂം ചെയ്യുന്നത്. അതായത് അയ്യോ എന്റെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ, സോ ഞാൻ ഈ പെന്ന് വാങ്ങണില്ല, ഈ പെന്ന് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ പെന്ന് വാങ്ങാം. ഈ പെന്ന് ഉപയോഗിച്ച് ചെല്ലുമ്പോൾ ചിലപ്പോൾ എനിക്ക് പെണ്ണിന് മറക്കാൻ പറ്റാതാവും, അല്ലെങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരിക്കും, അപ്പൊ ഞാൻ ഇതേ വാങ്ങുള്ളൂ എത്ര റേറ്റ് കൂടിയാലും. പക്ഷെ ഇവര് ഈ തിയറിയിൽ പറയുന്നത് എന്താ? അങ്ങനെയല്ല. ഇപ്പൊ ആസ് ഓഫ് നൗ എന്റെ ഒരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഇല്ലേ, പൈസയുടെ ബേസിസിൽ ഞാൻ പറയണ ഓക്കെ ഐ എം ഗോയിങ് ഫോർ ദ അതർ കമോഡിറ്റി. സോ ഇവിടെ ടേസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് റിമെയിൻസ് കൺസ്റ്റന്റ് ആണ്. അടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകത്തിൽ മാറ്റമില്ല, ഇൻകം ഓഫ് ദ കൺസ്യൂമർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ഇൻകം എന്ന് പറയുമ്പോൾ എപ്പോഴും മക്കളെ മാറിക്കൊണ്ടിരിക്കില്ല. നമുക്ക് പ്രമോഷൻ ഒക്കെ കിട്ടാനുള്ള സാധ്യതയില്ലേ, അല്ലെ നമുക്ക് ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് മാറാനുള്ള സാധ്യതയില്ലേ? അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് എന്ത് പറയുന്നത്? ഈ തിയറി അസ്യൂം ചെയ്യുന്നത്. മൂന്നാമത്തെ കമ്പോണന്റ് എന്താ വെച്ചാൽ പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് ഗുഡ്സ് ഡസ് നോട്ട് ചേഞ്ച്. പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് ഗുഡ്സ് ഡസ് നോട്ട് ചേഞ്ച്. അതായത് നമുക്ക് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരേമാതിരി യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കാണും അല്ലെ. അപ്പൊ അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് സേ ഫോർ എക്സാമ്പിൾ ഇതിനിപ്പോ 10 രൂപയാ, ഇതിനിപ്പോ 8 രൂപയാണെങ്കിൽ 8 തന്നെ ഈ പ്രൊഡക്റ്റ് ഈ മാർക്കറ്റിൽ നിന്ന് കൊളാപ്സ് ചെയ്യുന്നത് വരെയും 8 രൂപ തന്നെ. അങ്ങനെയൊക്കെ നിൽക്കുവോ? നിൽക്കില്ല അല്ലെ. കാരണം നമുക്കറിയാം എക്കണോമിയിൽ മാറ്റം വരുന്നതിനനുസരിച്ച് പ്രൊഡക്ട്സിന്റെ പ്രൈസിലും എന്ത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്? ഫ്ലക്ച്വേഷൻസ് സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. നെക്സ്റ്റ് ഇസ് there is no future expectation. നമുക്ക് ഒന്നുമില്ല ഫ്യൂച്ചറിൽ ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ന പാത്തിലായിരിക്കാം പോയിരിക്കുക അല്ലെ പോവുക, അങ്ങനെയുള്ള എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും പോട്ടെ എന്നുള്ളൊരു ഔട്ട്ലുക്ക്. അടുത്ത എന്താ വെച്ചാൽ നോ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ. നോ
ചേഞ്ച് ഇൻ പോപ്പുലേഷൻ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? പോപ്പുലേഷനിൽ മാറ്റം വരില്ലേ? ഇപ്പൊ നമ്മൾ ചൈനേനെ മറികടന്നു. എത്രയായിരുന്നു 2021 സെൻസസ്? 121 കോടി അല്ലേ? അതൊക്കെ മറികടന്ന് ചൈനേനെ മറികടന്നു നമ്മള്. അപ്പൊ മാറ്റം വന്നില്ലേ? പക്ഷെ ഇതൊന്നും ഇല്ല എന്നാണ് എന്തില് പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡില് പറയുന്നത്. സോറി. അപ്പൊ ഇവിടെ ബേസിക്കലി പറയുന്നത് എന്തൊക്കെയാ? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആൽഫ്രഡ് മാർഷൽ ആണ് കൊണ്ടുവന്നത്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഷോസ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ആണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആസ് വെൽ ആസ് പ്രൈസ് ഓഫ് എ പെർട്ടിക്കുലർ കമോഡിറ്റി. ആസ് ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഇൻക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിക്രീസസ്. Taste and price remain constant. Income remains constant. Price of related goods does not change. Future expectation and there is no change in population. So ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ 2 വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഡിമാൻഡിന്റെ ലോ ഓഫ് ഡിമാൻഡ് വെറും ബിഗിനിങ് സ്റ്റേജിലേക്ക് നമ്മൾ കടന്നിട്ടുള്ളത്. ഉടനെ തന്നെ നമ്മളൊരു ലൈവ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആ ലൈവിൽ നമ്മളൊരു ഗ്രേറ്റ് പോർഷൻ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ലൈവ് സെഷനിൽ ഏത് ടോപ്പിക് ആണ് വേണ്ടത്? മാത്സ് ആണോ, കൊമേഴ്സ് ആണോ? അതുപോലെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മാത്സ് ആയിരിക്കും നല്ലത്, കാരണം നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുമല്ലോ. സോ എല്ലാവരും കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. സോ ഇറ്റ്സ് മീ കാവ്യ. താങ്ക് യു.